എല്ലാ പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥികൾക്കും തൊഴിൽ വീതിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ രാജേശ്വരി വിനോദ്. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് കേട്ടറ്റ് എക്സാം വിളിച്ചു. നമ്മളെല്ലാ അധ്യാപകരും അതിൻ്റെ തയ്യാറെടുപ്പാണ്. അപ്പോൾ കേട്ടറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പൊതുവെ നിലനിൽക്കുന്ന കുറച്ച് സംശയങ്ങൾക്ക് മറുപടിയുമായിട്ടാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു സെഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പൊതുവെ ഒരുപാട് അധ്യാപക വിദ്യാർത്ഥികൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് കേട്ടറ്റ് എന്ന മാനദണ്ഡം നേടിയെടുക്കുക എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ എങ്ങനെയൊക്കെ പരിശ്രമിക്കാം, എന്താണ് കേട്ടറ്റിൻ്റെ പ്രത്യേകത, ഈ മാനദണ്ഡ പരീക്ഷ നിർബന്ധിതമാണോ, കേരളത്തിൽ അധ്യാപകരാകാൻ ഈ മാനദണ്ഡ പരീക്ഷയോട് കൂടി മാത്രമേ നമുക്ക് ആവുകയുള്ളൂ എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേട്ടറ്റ് മാനദണ്ഡ പരീക്ഷ എന്തിനുള്ളതാണ്? നമുക്കറിയാം 2011 കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളെ അടിസ്ഥാനമാക്കി കേരള സർക്കാർ കൊണ്ടുവന്ന മാനദണ്ഡ പരീക്ഷയാണ്. എന്തിനു വേണ്ടിയാണ്? വിദ്യാഭ്യാസ പുരോഗതിക്കും ഗുണനിലവാരത്തിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന മാനദണ്ഡ പരീക്ഷയാണ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഏതാണ്ട് 2013 മുതലാണ് ഈ എക്സാം കേരളത്തിൽ നടത്തപ്പെടുന്നത്. അപ്പോൾ ഈ 2013 മുതൽ എല്ലാ അധ്യാപകരും നിശ്ചിതമായും നേടേണ്ട മാനദണ്ഡ പരീക്ഷയായി കേട്ടറ്റ് മാറി എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ കേരള സർക്കാർ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. അതായത് 2012 ജൂണിന് ശേഷം അപ്പോയിൻമെന്റ് കിട്ടിയ എല്ലാ അധ്യാപകരും 2018 ഈ മാനദണ്ഡ പരീക്ഷ പാസ്സായിക്കൊള്ളണം എന്ന് പറയുകയാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം ഇപ്പോഴും ഈ മാനദണ്ഡ പരീക്ഷയുടെ പ്രത്യേകത അല്ലെങ്കിൽ ഇതിൻ്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാകും. ഒരു കാരണവശാലും ഈ എക്സാം പോട്ടെ, അടുത്ത എക്സാം പിടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അധ്യാപക വിദ്യാർത്ഥിക്ക് പോലും മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു സംഗതിയല്ല നമ്മുടെ ഈ മാനദണ്ഡ പരീക്ഷ എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? കേരളത്തിൽ അധ്യാപകരാകാൻ സർക്കാർ അതുപോലെ തന്നെ പ്രൈവറ്റ് സ്കൂളുകളിൽ അധ്യാപകരാകണമെന്നുണ്ടെങ്കിൽ ഓരോ അധ്യാപക വിദ്യാർത്ഥിയും BEd നേടിയതിനു ശേഷം, DEd നേടിയതിനു ശേഷം, DLEd കഴിഞ്ഞതിന് ശേഷം, TTC കഴിഞ്ഞതിന് ശേഷം എല്ലാം നമ്മൾ എന്ത് നേടിയിരിക്കണം? ഈ ഒരു മാനദണ്ഡ പരീക്ഷ കടന്നു കയറിയാൽ മാത്രമേ നമുക്ക് ഈ പരീക്ഷ നമുക്കൊരു കേരള ഗവൺമെൻറ് സ്കൂളിൽ അല്ലെങ്കിൽ കേരള പ്രൈവറ്റ് സ്കൂളുകളിൽ അധ്യാപകനാവാനുള്ള യോഗ്യതയാവുകയുള്ളൂ. അതുതന്നെയാണ് കേട്ടറ്റ് എക്സാമിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി കേട്ടറ്റ് പരീക്ഷകളുടെ പരീക്ഷ എന്തിനു വേണ്ടിയുള്ളതാണ് അല്ലെങ്കിൽ കേട്ടറ്റ് പരീക്ഷകളുടെ പ്രത്യേകതകൾ എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് 4 കാറ്റഗറികളിലായിട്ടാണ് നടത്തുന്നത്. പ്രൈമറി സ്കൂളിലെ അധ്യാപകർക്ക് വേണ്ടി, അപ്പർ പ്രൈമറി സ്കൂളിലെ അധ്യാപകർക്ക് വേണ്ടി, ഹൈസ്കൂളിലെ അധ്യാപകർക്ക് വേണ്ടി, ഇനി അപ്പർ പ്രൈമറി തലം വരെ ഉള്ള ലാംഗ്വേജ് അധ്യാപകർക്കും ഹൈസ്കൂൾ തലത്തിലുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ വരുന്ന അധ്യാപകർക്ക് വേണ്ടിയും യഥാക്രമം കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 4 എന്നീ 4 വിഭാഗങ്ങളിലായിട്ടാണ് പരീക്ഷ നടത്തുന്നത്. ഈ 4 വിഭാഗങ്ങളിലാണെങ്കിലും 4 വിഭാഗത്തിനും 150 മാർക്കിലാണ് പരീക്ഷ വരുന്നത്. ഓക്കെ, ഈ 150 മാർക്കിൽ ഇപ്പോഴും പല അധ്യാപകർക്കും അറിയാത്തത് ഞാൻ എത്ര മാർക്ക് നേടണം എന്നുള്ളതാണ്. ഇനി അറിയാവുന്നവരാണെങ്കിലും ചില സമയങ്ങളിൽ ആ മാർക്കിലേക്ക് എത്തപ്പെടാൻ എന്തൊക്കെ ടിപ്സാണ് ഞാൻ ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കാതെ പോകുന്നതും ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 4 കാറ്റഗറി വിഭാഗത്തിൽ യഥാക്രമം ഞാൻ പറഞ്ഞു 150 മാർക്കിനാണ്. ഏതൊക്കെ വിഷയങ്ങളാണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടേണ്ടേ? കേട്ടറ്റ് എക്സാമുകളിൽ പ്രധാനമായിട്ടും പ്രൈമറി ക്ലാസ്സുകളിലെ അധ്യാപകർക്ക് വേണ്ടി 5 വിഷയങ്ങളാണ് പഠിക്കാനുള്ളത്. അതിൽ ചൈൽഡ് സൈക്കോളജി ആൻഡ് പെഡഗോജി പ്രധാനപ്പെട്ട ഒന്നാമത്തെ വിഷയം. നമുക്കറിയാം ഏത് അധ്യാപക പരീക്ഷ എടുത്താലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ചൈൽഡ് സൈക്കോളജി ആൻഡ് പെഡഗോജി എന്ന് പറയുന്നത്.
നമുക്ക് ബോധനശാസ്ത്രം അറിഞ്ഞിരിക്കണം. നമ്മളൊരു അധ്യാപകനാകാൻ പോകുന്നവനാണ് അല്ലേ? അപ്പോൾ അധ്യാപക വൃത്തിയിൽ ഏർപ്പെടുമ്പോൾ ബോധന രീതികളെക്കുറിച്ചും ബോധന തന്ത്രങ്ങളെക്കുറിച്ചും ഒക്കെ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ആവശ്യകതയാണ് അല്ലേ? അപ്പോൾ ചൈൽഡ് സൈക്കോളജി, ശിശു മനഃശാസ്ത്രം, പ്രയുക്ത മനഃശാസ്ത്ര ശാഖയായ ചൈൽഡ് സൈക്കോളജിയെക്കുറിച്ച് പറഞ്ഞാൽ, വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെക്കുറിച്ച് പഠിച്ചിരുന്നാൽ മാത്രമേ നമ്മൾ ഒരു അധ്യാപകൻ ക്ലാസ് മുറിയിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. 30 മാർക്കിനാണ് ചൈൽഡ് സൈക്കോളജി ആൻഡ് പെഡഗോജി വരുന്നത്. പിന്നെ രണ്ടാമത്തെ വിഷയം ഭാഷയാണ്. കാറ്റഗറി 1 നിർബന്ധമായും 2 ഭാഷയും തീർച്ചയായും എഴുതിയിരിക്കണം. ഏതൊക്കെയാണ്? ലാംഗ്വേജ് 1 മലയാളവും അതോടൊപ്പം തന്നെ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജും. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 20 മാർക്കിനാണ് വ്യാകരണ ഭാഗത്തിൽ നിന്ന് മലയാളത്തിന് വരുന്നത്. ബാക്കി 10 മാർക്കോ ബോധനശാസ്ത്രമാണ്. എങ്ങനെ നമുക്ക് ഈ വിഷയത്തിനെ വരുതിയിലാക്കാം, എങ്ങനെ നമുക്ക് സ്ട്രാറ്റജീസ് ഉപയോഗിക്കാം എന്നറിയാനുള്ള ബോധനശാസ്ത്രമാണ് 10 മാർക്കിന് നിങ്ങൾക്ക് വരിക, മലയാളത്തിൽ വരിക. ഇനി രണ്ടാമതായി ഇംഗ്ലീഷിലും ഈ പറയുന്നത് പോലെ തന്നെ 20 മാർക്കിന് ഗ്രാമാറ്റിക്കൽ പോർഷൻസും ബാക്കി 10 മാർക്കിന് പെഡഗോജിക്കൽ സയൻസുമാണ് വരിക. ഓക്കെ, ഇനി അടുത്ത വിഷയത്തിലേക്ക് കടന്നു ചെന്നാലോ? മാത്തമാറ്റിക്സ്. സ്വാഭാവികമായിട്ടും 30 മാർക്കിനാണ് വരിക. അതിലും ഈ പറയുന്നത് പോലെ 20 മാർക്കിനാണ് കണക്കിലെ സൂത്രതന്ത്രങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ബാക്കിയോ നമുക്ക് രാമാനുജനെ കുറിച്ചും നമ്മുടെ ഗണിത ബോധനശാസ്ത്രത്തിലും ഗണിത ശാസ്ത്രജ്ഞന്മാർ നൽകിയ സംഭാവനകളെക്കുറിച്ചും അവരുടെ കൃതികളെക്കുറിച്ചും ഏതൊക്കെ ബോധന തന്ത്രങ്ങളാണ് ഗണിതത്തിൽ ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് ഗണിത ബോധനശാസ്ത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെയുള്ള ഒരു വിഷയമാണ് എൻവയോൺമെന്റൽ സയൻസ്. നമുക്ക് എപ്പോഴും ഒരു അധ്യാപകനോട് ഒരു ഇൻ്റർവ്യൂവിൽ ചെല്ലുമ്പോൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, സയൻസ് വിഷയങ്ങളിൽ ഏറ്റവും ആദ്യം പഠിക്കുന്ന വിഷയം ഏതാണ്? സയൻസ് വിഷയങ്ങളിൽ ഏറ്റവും ആദ്യം പഠിക്കുന്ന വിഷയം ഏതാണ്? എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഏതാണ്? പരിസ്ഥിതി പഠനം അല്ലെ? പരിസ്ഥിതി പഠനം, പരിസ്ഥിതിയെ അറിയുക എന്നുള്ളതാണ്. പുതിയ പാഠ്യപദ്ധതി പരിസ്ഥിതിയെ അറിഞ്ഞു പഠിക്കുക എന്നുള്ളതാണ് മേൽത്തൈ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ എൻവയോൺമെന്റിൽ എന്തെല്ലാം സംഗതികളാണുള്ളത്, എന്തെല്ലാം കാര്യങ്ങളാണുള്ളത് എന്നൊരു അധ്യാപക വിദ്യാർത്ഥി അറിയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ മുൻപിലിരിക്കുന്ന കുട്ടികളെ കൂടി അറിയിക്കുക എന്നുള്ളത് ഓരോ അധ്യാപകന്റെയും ഉത്തരവാദിത്തമാണ്. അങ്ങനെ EVSഉം 30 മാർക്കിനാണ്. അതിലുമുണ്ട് സയൻസ് പെഡഗോജി. എങ്ങനെയാണ് സയൻസ് പഠിപ്പിക്കേണ്ടത്, സയൻസ് ബോധന രീതികൾ എങ്ങനെയാവണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അതിലും പഠിക്കാനുണ്ട്. അങ്ങനെ 150 മാർക്കിനാണ് കാറ്റഗറി 1 പരീക്ഷയ്ക്കുണ്ടാവുക. ഓക്കെ, ഇനി കാറ്റഗറി 2 പോവുകയാണെങ്കിൽ കാറ്റഗറി 1 5 സബ്ജക്റ്റ് ആണെങ്കിൽ കാറ്റഗറി 2 4 സബ്ജക്റ്റാണ് എഴുതാനുള്ളത്. അതിലും ഏറ്റവും ആദ്യം വരുന്നത് ചൈൽഡ് സൈക്കോളജി ആൻഡ് പെഡഗോജിയാണ്. അത് 30 മാർക്കിനാണ് വരിക. പിന്നെ ഭാഷ, 2 ഭാഷയും നമ്മൾ പഠിക്കണം, ഇംഗ്ലീഷും പഠിക്കണം, മലയാളവും. അതും യഥാക്രമം 30 മാർക്കിനാണ് വരിക. ഈ പറഞ്ഞതുപോലെ തന്നെ 20 മാർക്കിന് ഗ്രാമാറ്റിക്കൽ പോർഷനും 10 മാർക്കിന് പെഡഗോജിക്കൽ സയൻസുമായിട്ടാണ് വരിക. പിന്നെ ഈ കാറ്റഗറി 2 ഒരു സ്പ്ലിറ്റിംഗ് ഉണ്ട്. അതായത് പൊതുവെ ഡിഗ്രി ഏതെങ്കിലും BA BSc ഉള്ളവരാണ് പൊതുവെ B.Ed എടുത്ത് കാറ്റഗറി 2 എഴുതുക. ഓക്കെ, അപ്പോൾ ഈ കാറ്റഗറി 2 ഒരു ചെറിയ സ്പ്ലിറ്റിംഗ് ഉണ്ട്. അതായത് ഒന്ന് സോഷ്യൽ സയൻസ് വിഭാഗവും ഒന്ന് സയൻസ് വിഭാഗവും. ഓക്കെ, തുല്യ മാർക്കാണ്, 60 മാർക്കാണ്. സോഷ്യൽ സയൻസ് എടുത്താലും 60 മാർക്കിന് പഠിക്കുക, സയൻസ് എടുത്താലും 60 മാർക്കിന് പഠിക്കുക. അങ്ങനെ ഒരു സ്പ്ലിറ്റിംഗ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നമുക്ക് ഇഷ്ടമുള്ള വിഷയം നമ്മൾ എടുക്കാം, നമുക്ക് ചൂസ് ചെയ്യാം. അത് പൊതുവെ ആർട്സുകാരെടുക്കുക സോഷ്യൽ സയൻസ് ആണ്. കാരണം അതിൽ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, എക്കണോമിക്സ് ഇതുപോലുള്ള വിഷയങ്ങളെ പഠിക്കാനുള്ള, വായിച്ചു പഠിക്കാൻ സുഖമാണ്. നമുക്ക് വായിച്ചു പഠിച്ച് മാർക്ക് മേടിക്കാം. എന്നാൽ സയൻസുകാർ പൊതുവെ ചൂസ് ചെയ്യുക സയൻസും മാത്സുമാണ്. കാരണം നമ്മൾ ഡിഗ്രി ലെവലിൽ പഠിച്ച കുറച്ച് സയൻസ് ടോപ്പിക്കുകളും അതുപോലെ തന്നെ മാത്സിൻ്റെ ടോപ്പിക്കുകളുമാണ് കാറ്റഗറി 2 വരിക. അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇനി ഡിഗ്രി കഴിഞ്ഞ TTCക്കാർക്ക് നമ്മളൊരു ഡിഗ്രി എടുത്തു, ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഞാൻ DLEDന് പോയത്, അല്ലെ DLED കഴിഞ്ഞിട്ടാണ് ഞാൻ ഡിഗ്രി പാസ്സായി, എൻ്റെ കയ്യിൽ ഡിഗ്രി ഉണ്ട് DLEDും ഉണ്ട്, അക്കൂട്ടർക്കും എന്ത് ചെയ്യാം? കാറ്റഗറി 2 എഴുതാനായിട്ട് സാധിക്കും.
മനസ്സിലായോ? അപ്പം ഡിഗ്രി പ്ലസ് BEd ഉള്ളവർക്കും ഡിഗ്രി കഴിഞ്ഞ് DLEdന് പോയവർക്കും കാറ്റഗറി 2 എഴുതാം. അങ്ങനെയുള്ളവർക്ക് കാറ്റഗറി 1 നിർബന്ധമല്ല എന്നുള്ളതും പറയുന്നുണ്ട് കേട്ടോ. ഇനി കാറ്റഗറി 3യിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാറ്റഗറി 3ക്ക് ഉണ്ട് പ്രത്യേകത. ഒന്നെങ്കിൽ ഡിഗ്രി, അതായത് BA BSc കഴിഞ്ഞ് BEd എടുത്തവർക്കും പിന്നീട് PG കഴിഞ്ഞ് BEd എടുത്തവർക്കും എഴുതാവുന്ന ഒരു പരീക്ഷയാണ് കാറ്റഗറി 3 എന്ന് പറയുന്നത്. അപ്പോൾ കാറ്റഗറി 3യുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിൽ 3 വിഷയമേ നമുക്ക് എഴുതാനുള്ളൂ. ആ 3 വിഷയത്തിൽ ഒന്ന് അഡോളസെന്റ് സൈക്കോളജിയാണ്. ഇത്രയും നേരം നമ്മൾ ചൈൽഡ് സൈക്കോളജിയാണ്, അതായത് പ്രൈമറി തലത്തിലും അപ്പർ പ്രൈമറി തലത്തിലും നമുക്ക് എന്ത് പഠിച്ചാൽ മതി? ചൈൽഡ് സൈക്കോളജി പഠിച്ചാൽ മതി. കാരണം 12 വയസ്സ് വരെയുള്ള കുട്ടികളെ നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി, അവരുടെ മനഃശാസ്ത്രം അറിഞ്ഞിരുന്നാൽ മതി. അത് ചൈൽഡ് സൈക്കോളജിയാണ് അല്ലേ, ചൈൽഡ്ഹുഡ് ഏരിയയാണ് 12 വയസ്സ് വരെ. എന്നാൽ 13ലേക്ക് കടന്നാൽ അത് കൗമാരഘട്ടത്തിലായി, കുട്ടി കൗമാരത്തിലായി. 13 വയസ്സ് മുതൽ 19 വയസ്സിനിടയിലുള്ള കുട്ടികളെയാണ് നമ്മൾ സെക്കൻഡറി ക്ലാസ്സുകളിൽ പരിചയപ്പെടുക, ശരിയല്ലേ? അപ്പൊ ഈ കാറ്റഗറിയിൽ വരുമ്പോൾ അധ്യാപകൻ പഠിക്കേണ്ടത് അഡോളസെന്റ് സൈക്കോളജിയാണ്. എന്താണ് കൗമാരക്കാരുടെ മനഃശാസ്ത്രം, അവരിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അവരെ എങ്ങനെ ടാക്കിൾ ചെയ്യാനായിട്ട് സാധിക്കും, അവരുടെ പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും, അവരുടെ ഡെവലപ്മെന്റൽ സൈക്കോളജി എന്താണ്, ഇങ്ങനെയുള്ള സംഗതികളെ അരച്ച് കലക്കി ഒരു 15 മാർക്കിന് നിങ്ങൾക്ക് വരും. ഓക്കെ. പിന്നെയുള്ളത് ലേണിംഗ് തിയറീസ് ആണ്. നമുക്കറിയാം പഠനം നമ്മൾ സൈക്കോളജി എടുത്താൽ അല്ലെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എടുത്താൽ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കാനുള്ള ഒരു ഏരിയയാണ് ലേണിംഗ് തിയറീസ്. അതോടൊപ്പം തന്നെ ഡെവലപ്മെന്റൽ തിയറീസ്. നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നാളത്തെ രാഷ്ട്രപതി, നാളത്തെ MLA, നാളത്തെ ഗവൺമെന്റ് എംപ്ലോയി, കേന്ദ്ര സർക്കാരിലുള്ള കുട്ടികൾ, ഇവരൊക്കെയാണ് നമ്മുടെ മുമ്പിൽ. അതായത് ഒരു തലമുറയാണ് ഞാനെന്ന അധ്യാപകന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടല്ലേ. ഞാനെന്ന അധ്യാപിക വളർത്തിയെടുക്കുന്നത് വരുന്ന തലമുറയെയാണ് അല്ലേ, വളർന്നു വരുന്ന ഒരു തലമുറയാണ്. അത് എങ്ങനെയുള്ളതാവണം എന്നുള്ളത് എൻ്റെ കൈകളിലൂടെയാണ് ഞാൻ അത് ബിൽഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളുടെ വളർച്ചാ മനഃശാസ്ത്രം നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഇത് ഈ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് അവർക്ക് മാലഡ്ജസ്റ്റ്മെന്റ്, അപസമായോജനം ഉണ്ടായേക്കാം. അവയെ ടീച്ചറാണ് നിയന്ത്രിച്ചു കൊണ്ടുവരേണ്ടത്, അവയെ കണ്ടുപിടിക്കേണ്ടത് അധ്യാപകനാണ്. അപ്പം തീർച്ചയായും കുട്ടികളുടെ ഡെവലപ്മെന്റൽ സൈക്കോളജി അറിഞ്ഞിരിക്കണം, വേണ്ടേ? പിന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, നമ്മുടെ ടീച്ചിങ് സ്കിൽസ് അറിയണ്ടേ? കാരണം നമ്മൾ എങ്ങനെയാണ് ഒരു ക്ലാസ്സിനെ ഹാൻഡിൽ ചെയ്യുക, എനിക്ക് എങ്ങനെ എൻ്റെ ടീച്ചിങ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ അഡോളസെന്റ് സൈക്കോളജി എന്ന് പറയുന്ന 40 മാർക്കിൻ്റെ പേപ്പറിൽ, എത്രയാ? 40 മാർക്കിൻ്റെ പേപ്പറിൽ പ്രധാനമായിട്ടും 3 ഭാഗമാണുള്ളത്. ഒന്ന് അഡോളസെന്റ് സൈക്കോളജി, ഒന്ന് ലേണിംഗ് തിയറീസ്, 3 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. 40 മാർക്കിനാണുള്ളത്. ഓക്കെ. ഇനി രണ്ടാമത് നമ്മൾ ഭാഷ, ലാംഗ്വേജിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരു പ്രത്യേകത, കാറ്റഗറി 1കാർക്കും കാറ്റഗറി 2കാർക്കും 2 ലാംഗ്വേജ് വീതം എഴുതണം. എന്നാൽ കാറ്റഗറി 3യിലേക്ക് വരുമ്പോൾ ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് എഴുതിയാൽ മതി, ഏതെങ്കിലും ഒരെണ്ണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്നെങ്കിൽ മലയാള ഭാഷ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ചൂസ് ചെയ്ത് നിങ്ങൾക്കത് പഠിക്കാം. 30 മാർക്കിനാണ് വരിക. ഇനി നിങ്ങളുടെ കോർ സബ്ജക്റ്റ് ആണ്, വിഷയ സംബന്ധമായ വിഷയം. അതായത് നിങ്ങളുടെ ഡിഗ്രി ക്ലാസ്സുകളിൽ നിങ്ങൾ ഏതാണോ മെയിൻ എടുത്ത്, ഇപ്പോൾ ലിറ്ററേച്ചർ ആണെങ്കിൽ KTT കാറ്റഗറി 3 ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ് ആണെങ്കിൽ KTT കാറ്റഗറി 3 സോഷ്യൽ സയൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് കോർ സബ്ജക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ 80 മാർക്കിനാണ് വരിക. ഈ 80 മാർക്കിൽ ഒരു സൂത്രം ഒളിഞ്ഞിരിപ്പുണ്ട്, പൊതുവെ അറിയാത്തൊരു സംഗതിയാണ് KTT 3കാർക്ക്. അവരെപ്പോഴും പറയുന്നതാണ്, KTT കാറ്റഗറി 3 അപ്ലൈ ചെയ്താൽ അവർ ചെയ്യുന്ന ഒരു സംഗതി, ഈ കോർ സബ്ജക്റ്റിനെ ഇരുന്ന് പഠിച്ച് പോവുകയാണ്. അതല്ലാതെ ഇതിനകത്തെ ചൈൽഡ് സൈക്കോളജിക്കോ ലാംഗ്വേജിനോ അവർ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നില്ല, ഒട്ടും തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം എന്താ വേണ്ടത്? ഈ കോർ സബ്ജക്റ്റിൽ എപ്പോഴും നിങ്ങൾ ഒരു NB എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുവാണെങ്കിൽ KTT കാറ്റഗറി 3 എഴുതുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി വെച്ചോളൂ. നിങ്ങളുടെ കോർ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് വെറും 50 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരിക. 80 എന്നാണ് കൊടുത്തിരിക്കുന്നത്, ബാക്കി 30 എവിടെ നിന്നാണല്ലേ? പെഡഗോജിയിൽ നിന്നാണ്. നിങ്ങളുടെ വിഷയ സംബന്ധമായ പെഡഗോജി, എങ്ങനെ പഠിക്കാം, എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ള ആപ്ലിക്കേഷൻ ലെവലിലും തിയററ്റിക്കൽ ബേസിലുമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ 30 മാർക്കിന് വരിക എന്ന് പറയുന്നത്. അങ്ങനെ ടോട്ടൽ 80 മാർക്കിനാണ് നിങ്ങളുടെ കോർ സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ വരിക.